ഹലോ ഓൾ. സോ ഇന്ന് നമ്മൾ വിർജീനിയ വൂൾഫിൻ്റെ റൂം ഓഫ് വൺ സോൺ എന്നുള്ള വർക്കിലെ ചാപ്റ്റർ 3 ആണ് നമ്മൾ നോക്കുന്നത്. സോ വിർജീനിയ വൂൾഫ് എന്നുള്ള റൈറ്റർ ഒരു 20th സെഞ്ച്വറി റൈറ്ററാണ്, മോഡേൺ റൈറ്ററാണ്. ദെൻ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്നുള്ള ടെക്നിക്കിനെ കൂടുതൽ പോപ്പുലറൈസ് ചെയ്തത് വിർജീനിയ വൂൾഫാണ്. വിർജീനിയ വൂൾഫിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് എന്ന് പറയുന്നത് ജേക്കബ്സ് റൂമുണ്ട്, മിസ്സസ് ഡാലവേ ഉണ്ട്, ദെൻ ടു ദ ലൈറ്റ് ഹൗസ്, ദ വേവ്സ് എക്സെട്ര. അപ്പോൾ അതിൽ നമുക്ക് പഠിക്കാനുള്ള വർക്കായിട്ടുള്ള റൂം ഓഫ് വൺ സോൺ എന്ന് പറയുന്നത് അവർ കോളേജിൽ, അതായത് നമ്മുടെ വിർജീനിയ വൂൾഫ് 2 കോളേജസിൽ പോയി സ്പീച്ച് നടത്തി. ആ സ്പീച്ചിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള എസ്സേ ആണ് ഈ വിർജീനിയ വൂൾഫിൻ്റെ റൂം ഓഫ് വൺ സോൺ. ഓക്കെ, ആ ഒരു എസ്സേ അല്ലെങ്കിൽ ആ ഒരു ബുക്ക് എന്ന് പറയുന്നത് 6 ചാപ്റ്ററാണുള്ളത്. ആ ബുക്കിൽ അതിൽ 3ാമത്തെ ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. 1929 ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്തത്. അതായത് കുറച്ച് ഗ്രൂപ്പ് ഓഫ് യങ് വിമൻ സ്കോളേഴ്സിന് 2 വിമൻസ് കോളേജസിൽ വെച്ച്, അതായത് യൂണിവേഴ്സിറ്റി ഓഫ് കേംബ്രിഡ്ജ് ന്യൂവൻഹാം കോളേജിലും ഗിർട്ടൺ കോളേജിലും കൂടി വിമൻ ആൻഡ് ഫിക്ഷൻ എന്നുള്ള സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് വിർജീനിയ വൂൾഫ് സംസാരിച്ചു. അപ്പോൾ ആ 2 ലെക്ചേഴ്സുമാണ് ഈ ബുക്കിനകത്ത് കളക്ഷൻ പോലെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈറ്റിൽ ഓഫ് ദി എസ്സേ, അതായത് റൂം ഓഫ് വൺ സോൺ എന്ന് പറയുന്ന ഈ ഒരു എസ്സേയുടെ ടൈറ്റിൽ വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ആർഗ്യുമെൻ്റ് മനസ്സിലാക്കാം. എന്താണ് ആർഗ്യുമെൻറ്റ്? സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് റൂമും സ്വന്തമായിട്ട് പൈസയും വേണം, എന്നാൽ മാത്രമേ അവൾക്ക് ഫിക്ഷൻ എഴുതാനുള്ള, അല്ലെങ്കിൽ അവൾക്ക് സ്വാതന്ത്ര്യമായിട്ട് എഴുതാനുള്ള ഒരു ഇത് കിട്ടും, ഒരു സ്പേസ് കിട്ടത്തോളം. അതായത് സ്വന്തമായിട്ടൊരു മുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഫ്രീഡം വേണം, അവളുടേതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങൾ ചെയ്യാനും എഴുതാനും, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ സ്പേസ്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫോർ റൈറ്റിംഗ് ഫിക്ഷൻ. വുമൺ ഫിക്ഷൻ റൈറ്റർ എങ്ങനെ ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടായിരിക്കണം, അവൾക്കൊരു പ്രൈവറ്റ് സ്പേസ് ഉണ്ടായിരിക്കണം. അതായത് എഴുതാനും വായിക്കാനും ചിന്തിക്കാനും ഒരു ഇൻട്രപ്ഷനും ഇല്ലാതെ, ഒരു തടസ്സവും ഇല്ലാതെ എഴുതാനും വായിക്കാനും ചിന്തിക്കാനും വേണ്ടി അവൾക്കൊരു പ്രൈവറ്റ് സ്പേസ് ഉണ്ടായിരിക്കണം. ഇതാണ് ഈ എസ്സേയുടെ സെൻട്രൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ്, അതായത് ഈ 6 ചാപ്റ്ററിലും പറയുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ആർഗ്യുമെന്റ്സും റീസൺസുമാണ്. അതായത് എന്തുകൊണ്ട് ഒരു സ്ത്രീക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് വേണം എഴുതാനും വായിക്കാനും ചിന്തിക്കാനും. ഈ ഒരു റീസൺസ് അല്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എന്താണ്, എന്തിനു വേണ്ടിയാണ് ഈ ഒരു സ്പേസ് വേണ്ടുന്നത് എന്നൊക്കെയാണ് ഈ 6 ചാപ്റ്ററിലും പറഞ്ഞു പോകുന്നത്. ഓക്കെ, വിർജീനിയ വൂൾഫ് തന്നെയാണ് ഇതിനകത്ത് സ്പീക്കർ എന്ന് പറയുന്നത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അവർ തന്നെയാകും നറേറ്റർ. ഒരു നറേറ്ററും കാണാം, നമുക്ക് സ്പീക്കറും കാണാം. അപ്പം വിർജീനിയ വൂൾഫ് തന്നെയാണ് രണ്ടും. അപ്പം നറേറ്ററിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ നമ്മുടെ റീഡേഴ്സിൻ്റെ അടുത്ത് നറേറ്ററിനെ പല പേരിട്ട് വിളിക്കാനാണ് നമ്മുടെ വിർജീനിയ വൂൾഫ് പറഞ്ഞിരിക്കുന്നത്. മേരി ബെറ്റൺ, അതായത് BETON, മേരി സെറ്റൺ, SETON, മേരി കാർമൈക്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട് പല പേരിട്ട് വിളിക്കാൻ നമ്മുടെ റീഡേഴ്സിൻ്റെ അടുത്ത് വിർജീനിയ വൂൾഫ് തന്നെ പറയുന്നുണ്ട്. സോ നറേറ്റർ ആണെങ്കിലും സ്പീക്കർ ആണെങ്കിലും പല റോളുകളാണ് നമ്മുടെ വിർജീനിയ വൂൾഫ് ഈ ഒരു വർക്കിനകത്ത് അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, പേരിലെങ്ങും ഒരു കാര്യവും ഇല്ല, ഒരു ഇമ്പോർട്ടൻസും ഇല്ല. നിങ്ങൾക്ക് എന്നെ എന്ത് പേരിട്ട് വേണമെന്നുണ്ടെങ്കിലും വിളിക്കാം. മേരി എന്ന് വിളിക്കാം, മേരി ബെറ്റൺ എന്ന് വിളിക്കാം, മേരി സെറ്റൺ എന്ന് വിളിക്കാം, മേരി കാർമൈക്കിൾ എന്ന് വിളിക്കാം. അപ്പോൾ ഈ ഒരു എസ്സേക്കകത്ത് വൂൾഫ് ഒരു മേരി ബിറ്റൺ എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പം അവരെ ഇൻവൈറ്റ് ചെയ്തിരിക്കുവാണ് പിന്നെ 2 വിമൻസ് കോളേജസിലോട്ട് ഒരു ലെക്ചർ ഡെലിവറി ചെയ്യാൻ. ആ ലെക്ചർ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? വിമൻ ആൻഡ് ഫിക്ഷൻ. ശരിക്കും പറഞ്ഞാൽ വിർജീനിയ വൂൾഫിനെയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ വേറൊരു ക്യാരക്ടറിൻ്റെ പേര് കൊടുത്ത് ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. അപ്പം അവിടെ വെച്ചിട്ട് ആ 2 കോളേജസിലുള്ള ഒരു ഗ്രൗണ്ടിലിരുന്നപ്പോൾ ഷീ ഈസ് ടോൾഡ് ദാറ്റ് ഓൺലി മെയിൽ സ്റ്റുഡൻസ് അല്ലെങ്കിൽ മെയിൽ ടീച്ചേഴ്സ് ക്യാൻ ഓൺലി സിറ്റ് ഇൻ ദ ഗ്രാസ്. അതായത് ഒരു മൈതാനം പോലെ ഒരു ഗ്രൗണ്ട് ഉണ്ട് 2 കോളേജസിലും. അപ്പോൾ ആ കോളേജസിൽ ഇരുന്നപ്പോൾ അവരുടെ അടുത്ത്, ആ ഒരു വിമൻ സ്പീക്കറിൻ്റെ അടുത്ത് കുറച്ച് ആളുകൾ വന്ന് പറയുവാണ്, ഈ ഗ്രാസിൽ ഇരിക്കാൻ അനുവാദമുള്ളവർ ശരിക്കും ആൺ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ആൺ സ്റ്റുഡൻസിന് മാത്രമേ പെർമിഷൻ ഉള്ളൂ. അപ്പോൾ ഇത് വളരെ അൺഫെയർ ആയിട്ട് ആർക്ക് തോന്നി? നമ്മുടെ സ്പീക്കറിന് അല്ലെങ്കിൽ നമ്മുടെ റൈറ്ററിന് തോന്നി. എന്നിട്ട് അവർ ലൈബ്രറിയിലോട്ട് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ എന്താ മനസ്സിലാക്കിയത്? ഒരു സ്ത്രീക്കും ലൈബ്രറിയിൽ ഒരാണിൻ്റെ അക്കമ്പനിമെൻ്റ് ഇല്ലാതെ കയറാൻ പറ്റത്തില്ല. അങ്ങനെ വീട്ടിൽ അവർ വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് തിരിച്ചു വരികയാണ് ചെയ്തത്. അതായത് ലൈബ്രറിയിൽ ഒരു സ്ത്രീ പോകണം എന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ ഒരു ആണ്, അതായത് ഒരു മെയിൽ പേഴ്സൺ എന്തായാലും കൂടെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അലോ ചെയ്യത്തില്ല, ലൈബ്രറിയിലോട്ട് എൻ്റർ ചെയ്യാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ ഈ ചാപ്റ്റർ 3 ഈ ഒരു എസ്സേക്കകത്ത് വിർജീനിയ വൂൾഫ് എഡ്യൂക്കേഷണലായിട്ടും സോഷ്യലായിട്ടും ഫിനാൻഷ്യലായിട്ടും എന്തൊക്കെ ഡിസഡ്വാൻറ്റേജസും എന്തൊക്കെ പ്രജുഡിസസുമാണ്, എന്തൊക്കെ ഡിസ്ക്രിമിനേഷൻസ് ആണ് സ്ത്രീകൾ സഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്യുന്നത് ത്രൂ ഔട്ട് ദ ഹിസ്റ്ററി, അതാണ് പറഞ്ഞു പോകുന്നത്. അതായത്
അവർ പറഞ്ഞു പോകുന്നത് ഷേക്സ്പിയറിന് ഇപ്പോൾ ഒരു ഫിക്ഷണലായിട്ടുള്ള ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നുവെങ്കിൽ, ഷേക്സ്പിയറിന് സിസ്റ്ററൊന്നും ഇല്ല, ഷേക്സ്പിയറിന് അങ്ങനെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നുവെങ്കിൽ അവരുടെ പേര് ജൂഡിത്ത് എന്നായിരിക്കും. എന്നിട്ട് ഒരു ഇമാജിനറി ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്യാണ് വെർജീനിയ വൂൾഫ്. അപ്പോൾ ഇത്രയധികം പ്രജുഡിസസ് ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. സോ ഇവർ പറയുവാണ് ഷേക്സ്പിയർ വളരെ ഫേമസ് ആയിട്ടുള്ള റൈറ്ററാണ്, വളരെ അക്ലെയിംഡ് ആയിട്ടുള്ള റൈറ്ററാണ്. സോ ഇഫ് ഷേക്സ്പിയർ ഹാഡ് എ സിസ്റ്റർ നെയിംഡ് ജൂഡിത്ത് ഷേക്സ്പിയർ, അവൾക്കും ഷേക്സ്പിയർ എൻജോയ് ചെയ്ത ആ ഒരു ലിറ്റററി സ്പേസ് അല്ലെങ്കിൽ ആ ഒരു എന്താണ് പറയുന്നത്, കൂടുതൽ അതായത് അദ്ദേഹത്തിന് കിട്ടിയ അതേ ഒരു ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ഫെയിം ഇവൾക്കും കിട്ടുമോ, അല്ലെങ്കിൽ ഇവൾക്കും ഫ്രീഡം കിട്ടുമോ? അതായത് ഷേക്സ്പിയർ എഴുതിയതുപോലെ എഴുതാനും ഷേക്സ്പിയറിൻ്റെ ഡ്രാമാസിന് കിട്ടിയ ആ ഒരു സ്വീകാര്യത, ആ ഒരു റിസപ്ഷൻ ജൂഡിത്ത് ഷേക്സ്പിയറിന് കിട്ടുമായിരുന്നോ എന്നാണ് നമ്മുടെ വിർജീനിയ വൂൾഫ് ചോദിക്കുന്നത്. സോ അതിനുവേണ്ടി ഷേക്സ്പിയറിന് ഒരു ടാലൻറ്റഡ് ആയിട്ട് ഉള്ളൊരു സിസ്റ്റർ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തൊക്കെ അവൾ ഫേസ് ചെയ്യേണ്ടി വന്നേനെ എന്ന് പറയുവാണ്. ആൻഡ് ഓൾസോ വൂൾഫ് പറയുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, സ്ത്രീകൾക്ക് ഒരിക്കലും സ്വന്തമായിട്ട് ഫ്രീ ആയിട്ട് എഴുതാൻ സാധിക്കുകയില്ല. കാരണം എന്താ, അവർക്ക് ഒരു പ്രൈവസിയും ഒരു ഇൻഡിപെൻഡൻസും കാണുകയില്ല. അപ്പോൾ ആ പ്രൈവസിയും ഇൻഡിപെൻഡൻസ് വേണമെന്നുണ്ടെങ്കിൽ തന്നെത്താനെ സ്വയം അവൾക്ക് തന്നെ ഒരു റൂം ഉണ്ടായിരിക്കണം, ഒരു പ്രൈവറ്റ് സ്പേസ് ഉണ്ടായിരിക്കണം. ആൻഡ് എല്ലാ വിമൻ റൈറ്റേഴ്സിനും ഒരു ട്രിബ്യൂട്ട് എന്ന പോലെയാണ്, അതായത് ജെയിൻ ഓസ്റ്റൻ പോലെയുള്ള നമ്മുടെ വിമൻ റൈറ്റർ അല്ലെങ്കിൽ ബ്രോണ്ടെ സിസ്റ്റേഴ്സ് പോലുള്ള റൈറ്റേഴ്സിനെല്ലാം ഒരു ട്രിബ്യൂട്ട് നൽകിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വർക്കിനകത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ സമ്മറി നമുക്ക് നോക്കാം. നറേറ്റർ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് വീട്ടിൽ വരികയാണ്. എന്താണ്, ബിക്കോസ് ബ്രിട്ടീഷ് ലൈബ്രറിയിൽ റിസർച്ചിന് വേണ്ടി ഏതെങ്കിലും സ്ത്രീകൾക്ക് പോകണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, ആണുങ്ങളുടെ അക്കമ്പനിമെൻറ്റ് വേണം, എന്നാൽ മാത്രമേ അവരെ അവിടെ കയറ്റിവിടത്തുള്ളൂ എന്ന് അറിഞ്ഞു. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ റൈറ്ററിന് അല്ലെങ്കിൽ നമ്മുടെ സ്പീക്കറിന് വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് അവർ തിരിച്ച് വീട്ടിലോട്ട് വരികയാണ്. അപ്പോൾ ഈ സമയത്ത് അവർ ഹിസ്റ്ററിയെക്കുറിച്ച് ആലോചിക്കുകയാണ്. അതായത് പാസ്റ്റിലും സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഫേസ് ചെയ്യേണ്ടി വന്നിരിക്കുന്നത്. അതായത് ഹിസ്റ്ററിയെ നമ്മുടെ റൈറ്റർ വിളിക്കുന്നത് റെക്കോർഡ്സ് എന്നാണ്, അല്ലാതെ ഒപ്പീനിയൻസ് എന്നല്ല. അതായത് ആളുകളുടെ ഒപ്പീനിയൻസ് അല്ല ഹിസ്റ്ററി എന്ന് പറയുന്നത്, അത് ജസ്റ്റ് ട്രൂത്തിൻ്റെ ഒരു റെക്കോർഡാണ് എന്നാണ് നമ്മുടെ റൈറ്റർ പറയുന്നത്. ആൻഡ് ദെൻ സ്റ്റാർട്ടിംഗ് പോയിൻ്റായിട്ട് നമ്മുടെ റൈറ്റർ ഇംഗ്ലീഷ് അതായത് ഇംഗ്ലീഷ് റൈറ്റേഴ്സ് ഉണ്ടല്ലോ, എലിസബീതൻ പീരീഡിലുള്ള ഇംഗ്ലീഷ് സ്ത്രീകളുടെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് റൈറ്റേഴ്സിൻ്റെ ജീവിതത്തിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോവുകയാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹിസ്റ്ററി. സോ ഷീ ആക്ച്വലി വണ്ടേഴ്സ് വൈ ക്യൂൻ എലിസബത്ത് ഫസ്റ്റിൻ്റെ ടൈമിൽ വിമൻ റോട്ട് നത്തിങ്. പക്ഷേ ബാക്കി എല്ലാ ആണുങ്ങളും ഒരു സോങ് അല്ലെങ്കിൽ ഒരു സോണറ്റ് വീതം എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ക്യൂൻ എലിസബത്ത് ഫസ്റ്റിൻ്റെ സമയത്ത്, അതായത് ഒരു സ്ത്രീ റൂൾ ചെയ്തിട്ട് പോലും എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് എഴുതാനുള്ള സ്വാതന്ത്ര്യം കിട്ടാതെ പോയത്? പക്ഷേ അവിടെയുള്ള ആണുങ്ങൾ ഫുള്ള് ഒരു സോങ് അല്ലെങ്കിൽ ഒരു സോണറ്റ് വീതമെങ്കിലും എഴുതിയിട്ടുണ്ട്. ആൻഡ് അതുമാത്രമല്ല, അറേഞ്ച്ഡ് മാരേജസ് വഴി സ്ത്രീകളെ പെട്ടെന്ന് തന്നെ കല്യാണം കഴിപ്പിച്ച് അയക്കുകയാണ്. ആൻഡ് ലീഗലി പ്രോപ്പർട്ടി, അതായത് അച്ഛൻ്റെയോ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെയോ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി പോലെയാണ് സ്ത്രീകളെ അന്നത്തെ കാലത്ത് കണ്ടിരുന്നത്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ വളരെയധികം ഇവരെ സ്ട്രക്ക് ചെയ്തൊരു കാര്യമാണ്. അതായത് റിയാലിറ്റിയും, അതായത് ലിറ്ററേച്ചറിൽ സ്ത്രീകളെ കാണിച്ചേക്കുന്നത് ഭയങ്കര വലിയ സംഭവമായിട്ടും റിയാലിറ്റി എന്ന് പറയുന്നത് വളരെയധികം എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടാണ് സ്ത്രീകളെക്കുറിച്ച് കാണിച്ചിരിക്കുന്നത്. അതായത് ലിറ്റററി ക്യാരക്ടേഴ്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്ന കരനീന അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള വളരെ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആയിട്ടാണ് ലിറ്ററേച്ചറിനകത്ത് സ്ത്രീ കഥാപാത്രങ്ങളെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ലേഡി മാക്ബത്തൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ. പക്ഷേ അല്ലാതെ നോക്കുമ്പോൾ റിയാലിറ്റിയിലോട്ട് നോക്കുമ്പോൾ ഹസ്ബൻഡിനെ അല്ലെങ്കിൽ ഫാദറിൻ്റെ കീഴിൽ കിടക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റ് ആയിട്ടാണ് സ്ത്രീയെ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഓഫ് ദ പേജ് അവരെ ഇല്ലിറ്ററേറ്റ് ആയിട്ട് വെക്കുന്നത്. അതായത് റിയാലിറ്റിയിൽ അവരെ അടിക്കുന്നു, അവരെ പഠിക്കാൻ വിടുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ജോലിക്ക് വിടുന്നില്ല, അവർ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ റിയാലിറ്റിയിൽ ആളുകൾ അവരെ ട്രീറ്റ് ചെയ്യുന്നത്, അതായത് മെയിൽ സൊസൈറ്റി ട്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് ലിറ്റററി വിമൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ എഴുതുന്ന ആളുകൾ, അതായത് എഴുതുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ എഴുത്തിൽ ഒക്കെയുള്ള ഒരു നല്ല രീതിയിൽ അക്കാഡമിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എഴുതുന്ന സ്ത്രീകളെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മെയിൽ ക്യാരക്ടേഴ്സിനെക്കാട്ടിൽ, അതായത് മെയിലായിട്ടുള്ള ആണുങ്ങളെക്കാട്ടിലും ഇൻ്റലിജൻറ്റും ഹീറോയിക്കലുമായിട്ടാണ് ലിറ്ററേച്ചറിലാണെന്നുണ്ടെങ്കിലും പബ്ലിക്കാണെന്നുണ്ടെങ്കിലും അതായത് പറഞ്ഞു പോകുന്നത്. പക്ഷേ റിയാലിറ്റിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്,
ഒരു ആണിൻ്റെ എസ്കോട്ട് ഇല്ലാതെ ഒരു ലൈബ്രറിയിൽ പോലും നമുക്കൊന്ന് സ്ത്രീകൾക്കൊന്ന് കയറി ചെല്ലാൻ സാധിക്കുകയില്ല. അതായത് ലിറ്ററേച്ചറിൽ അല്ലെങ്കിൽ ലിറ്റററി വിമൻ എന്ന് പറയുന്നത് വളരെയധികം ഭയങ്കര ഒരു പവർഫുൾ ആയിട്ടൊക്കെയാണ് കാണിച്ചിരിക്കുന്നത് ക്യാരക്ടേഴ്സും ഒക്കെ. പക്ഷേ യഥാർത്ഥത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു മെയിൽ എസ്കോട്ട് ഇല്ലാതെ ലൈബ്രറിയിൽ പോലും കയറാൻ പറ്റുന്നില്ല. ആൻഡ് അനദർ തിങ് ഈസ് ദാറ്റ് വൂൾഫ് ബിലീവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഹിസ്റ്റോറിക്കൽ വിമനും ഫിക്ഷണൽ വിമനും തമ്മിലുള്ളൊരു പിന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിനെ ഒന്ന് കമ്പൈൻ ചെയ്ത് അനാലിസിസ് അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ നടത്തുന്നത് നല്ലതായിരിക്കും. അതായത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് നമ്മൾ പഠിക്കാതെ ഹിസ്റ്റോറിക്കൽ വിമൻ എങ്ങനെയായിരുന്നു, ഫിക്ഷണൽ വിമൻ എങ്ങനെയായിരുന്നു എന്ന് രണ്ടിനെയും കൂടി കമ്പൈൻ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, നല്ലൊരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടും എന്നാണ് പറയുന്നത്. ഹിസ്റ്റോറിയൻസ് ആരെക്കുറിച്ചായിരിക്കും എപ്പോഴും എഴുതുന്നത്, ഹീറോസിനെ കുറിച്ചും വിക്ടറീസ് അതായത് ജയിച്ച ആണുങ്ങളെ കുറിച്ചും ഒക്കെ ആയിരിക്കും. ആൻഡ് അതിൽ സ്ത്രീകളുടെ റോള് ഒന്നും കാണത്തില്ല. സ്ത്രീകൾ മിക്കവാറും ചിലപ്പോൾ അതിന് വിക്ടിംസ് ആയ ഒരു കാര്യമായിട്ടായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഹിസ്റ്ററി എന്ന് പറയുന്നത് എന്താണ്, റിട്ടൺ ബൈ മെൻ ആയിരിക്കും ആൻഡ് ഇറ്റ് ഈസ് റിട്ടൺ അബൌട്ട് പവർഫുൾ മെൻ എന്നായിരിക്കും. അതിൽ ഒരു സ്ത്രീക്കും ഒരു റോളും കാണത്തില്ല ഹിസ്റ്ററിയിൽ. അപ്പം സ്ത്രീക്ക് അതായത് വെൻ വിമൻ കനോട്ട് റീഡ് ഓർ റൈറ്റ്, അതായത് എന്തുകൊണ്ടായിരിക്കും അതിൽ ഹിസ്റ്ററിയിൽ സ്ത്രീകൾക്ക് പിന്നെ ഒരു റോളും ഇല്ലാതിരിക്കുന്നത് ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് എടുത്ത് നോക്കിയാലും? കാരണം സ്ത്രീകൾക്ക് അന്ന് അവരെ എഴുതാനോ വായിക്കാനോ ഒന്നും പരിശീലിപ്പിച്ച് കാണത്തില്ല. അവർക്ക് അതുകൊണ്ട് അവരുടെ തന്നെ ഹിസ്റ്ററി റെക്കോർഡ് ചെയ്യാനുള്ളൊരു സ്പേസ് കിട്ടി കാണത്തില്ല. ബട്ട് അൺടിൽ ദ 19th century ആയപ്പോഴത്തേക്കും കുറച്ച് ഡയറീസും അതായത് ഡയറി റൈറ്റിങ്സും പേഴ്സണൽ ഹിസ്റ്ററീസും പ്ലേസും പോംസും ഒക്കെ സ്ത്രീകൾ എഴുതുന്നത് വരാൻ തുടങ്ങി. ആൻഡ് വിർജീനിയ വൂൾഫ് ലമെന്റ് ചെയ്യുകയാണ് ദാറ്റ് ഈ 18th century അതായത് 19th centuryക്ക് പിന്നിലുള്ള കാലഘട്ടത്തിലുള്ള സ്ത്രീകളെക്കുറിച്ചും അവരുടെ ലൈഫിനെക്കുറിച്ചും അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചും ഒന്നും ഒരു റൈറ്റപ്പും ഇല്ല. അതായത് പണ്ടുകാലത്തും പവർഫുൾ ആയിട്ടുള്ള സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം, പഠിച്ചവരൊക്കെ കാണുമായിരിക്കാം, ഏതെങ്കിലും ഒരു രീതിയിലൊക്കെ എക്സൽ ചെയ്ത സ്ത്രീകൾ കാണുമായിരിക്കും. പക്ഷെ അവരെക്കുറിച്ച് നിർഭാഗ്യവശാൽ അൺഫോർച്ചുനേറ്റ്ലി ബിഫോർ ദി 18th century അല്ലെങ്കിൽ പ്രയർ ടു 19th century അവരെക്കുറിച്ചുള്ള റൈറ്റിങ്സ് ഒന്നും തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. കാരണം എന്താ, അതാരും എഴുതിയിട്ടില്ല. അപ്പോൾ അത് എന്തായാലും എഴുതണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആണുങ്ങൾ എഴുതണം, പക്ഷെ അവർ എഴുതത്തുമില്ല. ആൻഡ് ദെൻ അതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഉറപ്പിച്ച് പറയാൻ പറ്റുകയില്ല, ഇമ്പോസിബിൾ ആണ് ഇവരുടെ, അതായത് സ്ത്രീകൾ എഴുതിയിട്ടുണ്ടോ, സ്ത്രീകളുടെ പ്രൈവറ്റ് ലൈഫ്സ്, അവരുടെ ഹോപ്സ് ആൻഡ് അവരുടെ എക്സ്പെക്ടേഷൻസ് എന്ന് പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ പ്രയർ ടു 19th century നമുക്കറിയില്ല. 19th century ആയപ്പോഴാണ് സ്ത്രീകൾ എഴുതി തുടങ്ങിയത്, അവർക്ക് ആ ഒരു സ്പേസ് കിട്ടി തുടങ്ങി. സോ അതിന് മുന്നേ അവരുടെ ലൈഫ് എന്തായിരുന്നു എന്നും അവരുടെ പ്രശ്നങ്ങൾ എന്തായിരുന്നു എന്നും നമുക്ക് പുറലോകം അറിയാൻ യാതൊരു വിധത്തിലുള്ളൊരു ചാൻസും ഇല്ല എന്നാണ് പറയുന്നത്. ദെൻ നറേറ്റർ പറയുന്നത്, ഒരു ബിഷപ്പിൻ്റെ ഒരു സെയിങ് പറയുവാണ് നറേറ്റർ, ഒരു ബിഷപ്പിൻ്റെ എപ്പിസോഡ് പറയുവാണ്. അതായത് ഒരു ബിഷപ്പ് പറയുകയാണ്, ഒരു സ്ത്രീക്കും ഷേക്സ്പിയറിൻ്റെ അത്രയും പ്ലേസ് എഴുതാൻ സാധിക്കുകയില്ല എന്ന് പറയുവാണ്. ആൻഡ് ദെൻ വൂൾഫ് ഇത് കേട്ടപ്പോൾ പറയുവാണ്, ശരിക്കും സത്യം പറഞ്ഞാൽ ബിഷപ്പ് പറഞ്ഞത് സത്യം തന്നെയാണ്. അതിനുവേണ്ടി നമ്മുടെ വിർജീനിയ വൂൾഫ് ഒരു എക്സ്പെരിമെൻ്റൽ ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്തു, ജൂഡിത്ത് ഷേക്സ്പിയർ. അതായത് നമ്മുടെ ഷേക്സ്പിയറിൻ്റെ ഫിക്ഷണൽ സിസ്റ്റർ. അതായത് ഷേക്സ്പിയറിന് ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമായിരുന്നു ആ സിസ്റ്ററിന്. സോ അത് എന്തായാലും ഇപ്പോൾ ഒരു ഷേക്സ്പിയറിന് ഒരു സിസ്റ്റർ ഉണ്ട്. അപ്പോൾ എന്തായാലും ആ സമയത്ത് ഷേക്സ്പിയർ ഒരു മെയിൽ ചൈൽഡ് ആയതുകൊണ്ട് ഷേക്സ്പിയറിന് ഫ്രീ ആയിട്ട് പഠിക്കാം, ഷേക്സ്പിയറിന് സെക്ഷൽ എക്സ്പീരിയൻസസ് നല്ലപോലെ സീക്ക് ചെയ്യാനുള്ളൊരു ചാൻസ് കിട്ടാം, എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങാം, എപ്പോൾ വേണമെങ്കിലും പോയി അഭിനയിക്കാം, എപ്പോൾ വേണമെങ്കിലും എഴുതാം. ആ ഒരു പ്രൈവറ്റ് സ്പേസ് ആർക്ക് കിട്ടും? ഷേക്സ്പിയറിന് കിട്ടും. പക്ഷേ ജൂഡിത്തിനെ സ്കൂളിൽ പോലും അയക്കില്ലായിരിക്കും. അവൾക്കൊരിക്കലും ഗ്രീക്കോ ലാറ്റിൻ ലാംഗ്വേജോ പഠിക്കാൻ ചാൻസ് കിട്ടില്ലായിരിക്കും. അവൾ എപ്പോഴും വീട്ടിൽ തന്നെ റിമൈൻ ചെയ്യേണ്ടി വന്നിരിക്കാം. ആൻഡ് ഓൾദോ അച്ഛൻ്റെ കണ്ണിലുണ്ണി ആണെങ്കിലും ഫാമിലി എന്താണ്, അവൾക്ക് യാതൊരു വിധത്തിലുള്ളൊരു സോഷ്യൽ റോളും കൊടുത്തിരുന്നില്ല. അതായത് സൊസൈറ്റിയുമായിട്ട് ഇടപഴകാനുള്ളൊരു ചാൻസ് കൊടുത്തിരുന്നില്ല. ആൻഡ് അതുകൊണ്ട് തന്നെ അവളുടെ ടാലൻറ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള യാതൊരു വിധത്തിലുള്ളൊരു ചാൻസോ ഒരു സ്പേസോ കിട്ടിക്കാണത്തില്ല ജൂഡിത്തിന്. ആൻഡ് എന്നിരുന്നാലും അവൾ സീക്രറ്റായിട്ട് ചിലപ്പോൾ എഴുതിയിരിക്കാം, ചിലപ്പോൾ അവൾ എഴുതുന്ന കാര്യങ്ങൾ ഒളിപ്പിച്ച് വെച്ചിരിക്കാം, അല്ലെങ്കിൽ ബേൺ ചെയ്ത് കളയാം. കാരണം എന്തുകൊണ്ടാണ്, ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവളെ വഴക്ക് പറയുന്നത് പേടിച്ച്. ഇവൻച്വലി നെയ്ബറിനെ കൊണ്ടെങ്ങാനും കല്യാണം കഴിപ്പിക്കാം. അവൾ ചിലപ്പോൾ ബെഗ് ചെയ്തിരിക്കാം എനിക്ക് കല്യാണം കഴിക്കേണ്ടെന്ന്. ആൻഡ് അവളുടെ അച്ഛൻ ചിലപ്പോൾ അവളെ അടിച്ചിരിക്കാം, അല്ലെങ്കിൽ അവൾക്ക് വേറെ ഏതെങ്കിലും കാമുകനുണ്ടെന്നും പറഞ്ഞ് അലിഗേഷൻസ് ഒക്കെ ഉയർത്തിയിരിക്കാം. ആൻഡ് ദെൻ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ട് അവൾ ലണ്ടനിലേക്കൊക്കെ ചിലപ്പോൾ ഒളിച്ചോടിയിരിക്കാം. ആൻഡ് അവളും ഗിഫ്റ്റഡ് ആയിരിക്കാം ബ്രദറിനെ പോലെ. സോ അവളും തിയേറ്ററിലൊക്കെ പോയി ചിലപ്പോൾ എന്തെങ്കിലും വർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. ആൻഡ് അവൾക്ക് ആക്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം കാണും, പക്ഷേ അവളെ പെണ്ണായതുകൊണ്ട് ആളുകളൊക്കെ റിജക്റ്റ് ചെയ്തിരിക്കാം, കളിയാക്കിയിരിക്കാം. ഫൈനലി വല്ല തിയേറ്റർ മാനേജറും ഇവളെ കയറി അതായത് പ്രണയം നടിച്ച് ഇവളെ ഫിസിക്കലി യൂസ് ചെയ്ത്
അവളെ പ്രഗ്നൻ്റ് ആക്കിയിട്ട് അവൾ ചിലപ്പോൾ സൂയിസൈഡ് കമ്മിറ്റ് ചെയ്തിരിക്കാം. ഇതായിരിക്കും എന്തായാലും ഷേക്സ്പിയറിന് ഒരു സിസ്റ്റർ ഉണ്ടെങ്കിൽ ഇവളുടെ ഫെയ്റ്റ് എന്ന് പറയുന്നത് ഇത് തന്നെ ആയിരിക്കാം എന്ന് നമ്മുടെ റൈറ്റർ പറയുകയാണ്. അതായത് സ്ത്രീ ആയതുകൊണ്ട് ഇത്രയും ഇങ്ങനെയുള്ള കാര്യങ്ങളെ എന്തായാലും ഫേസ് ചെയ്യത്തുള്ളൂ. ഷേക്സ്പിയർ എൻജോയ് ചെയ്തിരുന്ന ഫ്രീഡമും ക്രിയേറ്റീവ് സ്പേസ് ഒന്നും എന്തായാലും ഒരിക്കലും ജൂഡിത്ത് ഷേക്സ്പിയർ ഒരിക്കലും എൻജോയ് ചെയ്യത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദെൻ പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ഇമ്പോസിബിൾ ഫോർ എ വുമൺ ഇൻ ഷേക്സ്പിയേഴ്സ് ടൈം ടു റൈറ്റ് പ്ലേസ് ആസ് ഹി ഡിഡ്. ബിഷപ്പ് പറഞ്ഞതുപോലെ ശരിയാണ്, ഷേക്സ്പിയർ എഴുതിയതുപോലെയുള്ള പ്ലേസ് ഒന്നും ഒരിക്കലും ആ സമയത്ത് ഒരു സ്ത്രീക്ക് എഴുതാൻ പറ്റില്ല, അത് ആലോചിക്കാൻ കൂടി പറ്റത്തില്ല. പക്ഷേ ഇത് എന്ന് വെച്ചാൽ മീനിങ് എന്താണ്, ഒരിക്കലും സ്ത്രീകൾക്ക് അതായത് സ്ത്രീകൾ ഒരിക്കലും അതായത് മന്ദബുദ്ധികളായിട്ട് ജനിക്കുന്നു അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് ടാലൻറ്റും ഇല്ലാതെ ജനിക്കുന്നു എന്നല്ല, അവർക്കൊരിക്കലും അതിനുള്ളൊരു ചാൻസ് കിട്ടി കാണത്തില്ല. ജൂഡിത്ത് ഷേക്സ്പിയറിന് തന്നെ ഒരുപാട് ആസ്പിറേഷൻസും ഒരുപാട് കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവളുടെ ലൈഫ് ട്രാജഡി ആയിട്ടേ വരത്തുള്ളായിരുന്നു. കാരണം എന്തുകൊണ്ടാണ്, ഷേക്സ്പിയർ ജീനിയസ് ആണെന്ന് വന്നപ്പോൾ എന്താണ്, ജനിച്ചപ്പോഴേ മനസ്സിലായി അയാളെ പഠിക്കാൻ വിട്ടു, അയാളെ ആക്ടിങ്ങിന് വിട്ടു, അയാളെ എഴുതാൻ സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷേ ജൂഡിത്ത് ഷേക്സ്പിയറിന്റെ കഴിവ് മനസ്സിലാക്കാൻ ഫാമിലിക്കോ അല്ലെങ്കിൽ സൊസൈറ്റിക്കോ മനസ്സിലായില്ല. ബിക്കോസ് അവരെ അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ട് തന്നെ നിർത്തിയിരുന്നു. പിന്നെ വോൾഫ് പിന്നെ പറയുന്നത്, അതായത് വിർജീനിയ വോൾഫ് പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കിംഗ് ക്ലാസ് പീപ്പിളിന് ഇതുപോലെ എക്സ്ട്രാ ഓർഡിനറി ടാലന്റോ അല്ലെങ്കിൽ ജീനിയസോ ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം. അതായത് റോബർട്ട് ബേൺസിനുണ്ട്. അതുപോലെ റോബർട്ട് ബേൺസ് എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ, മൈ ലവ് ഇസ് ലൈക്ക് എ റെഡ് റോസ് എന്ന് പറഞ്ഞിരുന്ന വ്യക്തി, എഴുതിയ വ്യക്തി. സോ അദ്ദേഹത്തിനെ പോലെ ഉള്ള റൈറ്റേഴ്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പോലെയുള്ള മിഡിൽ ക്ലാസ് റൈറ്റേഴ്സിനൊക്കെ അദ്ദേഹത്തിന്റെ കഴിവൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് ലോകം അറിഞ്ഞിരിക്കാം. പക്ഷേ അതുപോലെ തന്നെ എമിലി ബ്രോണ്ടും അതുപോലെയുള്ള എമിലി ബ്രോണ്ടെ എന്ന് പറഞ്ഞ റൈറ്ററും ഒക്കെ മിഡിൽ ക്ലാസ് ആയിട്ടുള്ളൊരു ഫാമിലിയിൽ നിന്ന് വരുന്ന റൈറ്റർ ആയിരുന്നു. പക്ഷെ അപ്പം അവരും എന്തോ ഒരു ചാൻസ് കൊണ്ട് അല്ലെങ്കിൽ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ലോകം അറിഞ്ഞതാണെന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് എന്താണ്, ലിമിറ്റഡ് എഡ്യൂക്കേഷനും വളരെയധികം വർക്ക് ചെയ്യേണ്ടി അല്ലെങ്കിൽ വളരെയധികം ലബോറിയസ് ആയിട്ടുള്ള വർക്കൊക്കെ ചെയ്യേണ്ടി വരുന്നതും അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ആയിട്ട് ഫാമിലിയിലെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടി വന്നാലും കുറച്ച് എനർജി അല്ലെങ്കിൽ കുറച്ച് ക്രിയേറ്റിവിറ്റി നമുക്ക് കുറച്ച് സമയം നമ്മൾ മാറ്റി വെക്കണം. എന്തിനാണ്, നമ്മുടെ ക്രിയേറ്റിവിറ്റി എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി. ഇപ്പം എന്തൊക്കെ ജോലി ഉണ്ടെന്ന് പറഞ്ഞാലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കുറച്ച് എഡ്യൂക്കേഷൻ കിട്ടിയെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ കൂടുതൽ ജോലി ചെയ്യേണ്ടി വരുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ, അല്ലെങ്കിൽ വളരെയധികം വീടുകളിൽ എന്തെങ്കിലും കൂടുതലും ഡൊമസ്റ്റിക്കൽ സ്പേസിൽ നമ്മൾ കൂടുതലും ജോലി ചെയ്യേണ്ടി വന്ന വ്യക്തിയാണ്. പക്ഷേ എന്നാൽ പോലും നമ്മൾ കുറച്ച് സമയം മാറ്റി വെക്കണം എന്നാണ് പറയുന്നത്. ക്രിയേറ്റീവായിട്ട് നമ്മളെ ഒന്ന് എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് കുറച്ച് എനർജി അല്ലെങ്കിൽ ടൈം നമ്മളൊന്ന് മാറ്റി വെക്കുക. ആൻഡ് ഓൾസോ എനി വുമൺ വിത്ത് ഷേക്സ്പിയേഴ്സ് ഗിഫ്റ്റ്, അതായത് ഷേക്സ്പിയറിന്റെ ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്ന ഏതെങ്കിലും ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ എലിസബത്ത് ഇംഗ്ലണ്ടിൽ, അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു ഷേക്സ്പിയറിന്റെ അത്രയും പോലും അവർക്ക് ഉയരാൻ സാധിക്കില്ല എന്ന് പറയുകയാണ്. അതായത് ഇപ്പോൾ സപ്പോസ് ഇപ്പം എലിസബത്ത് ഇംഗ്ലണ്ടിൽ ഒരു ലേഡിക്ക് ഷേക്സ്പിയറിന്റെ അത്ര എഴുതാനുള്ള കഴിവുണ്ടെന്ന് വിചാരിച്ചോ, അവളുടെ ഡൊമസ്റ്റിക് ലൈഫും എല്ലാം ബാലൻസ് ചെയ്ത്, മാരീഡ് ലൈഫും കുട്ടികളുടെ ലൈഫും എല്ലാം ബാലൻസ് ചെയ്ത് അവളും എഴുതാൻ തുടങ്ങിയെന്ന് വിചാരിച്ചോ, അവൾ എന്തായാലും ഒരു നെർവസ് ബ്രേക്ക് ഡൗണിലോ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനിലോ തകർന്നു പോകത്തേ ഉള്ളെന്നാണ് പറയുന്നത്. അതായത് സ്ത്രീകൾക്ക് എപ്പോഴും എന്താണ് പറയുന്നത്, എല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്യണം, ഒരു മൾട്ടി ടാസ്കറായിട്ടാണ് എപ്പോഴും കാണുന്നത് സൊസൈറ്റി. അതായത് ഇപ്പം ഒരു വർക്കിംഗ് വുമൺ ആണെങ്കിൽ അവൾ ഹൗസ് ഹോൾഡ് ചോർസും ചെയ്തിരിക്കണം, അതായത് ഡൊമസ്റ്റിക് സ്പേസിലും അവൾ എക്സൽ ചെയ്തിരിക്കണം, ഫാമിലി ലൈഫിലും അവൾ എക്സൽ ചെയ്തിരിക്കണം. ആസ് എ വൈഫ്, ആസ് എ ഡോട്ടർ, ആസ് എ മദർ അവൾ എന്ത് ചെയ്യണം, മൾട്ടി ടാസ്കിങ്ങിലും എക്സൽ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു കഴിവ് ഇപ്പോൾ ഒരു ഹൗസ് വൈഫിനുണ്ടെങ്കിൽ ഹൗസ് വൈഫിന് എന്ത് ചെയ്യും, മിക്കവാറും നെർവസ് പ്രോബ്ലം, അതായത് അവർക്ക് മെന്റലി അവർക്ക് പ്രശ്നം ഉണ്ടായി പോയേനെ. അതായത് അവൾക്കായിട്ടുള്ളൊരു ക്രിയേറ്റീവ് സ്പേസിന് അവൾ എന്തായാലും ഒരു സമയം കുറച്ച് കണ്ടെത്തുകയും ചെയ്യും. ബാക്കി എല്ലാ ജോലിയും ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു സ്പേസിന് വേണ്ടി വരുമ്പോൾ നമുക്ക് എന്തായാലും നമുക്കൊരു മടുപ്പ് അല്ലെങ്കിൽ നമുക്കൊരു ഒന്നും എഴുതാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു സ്ട്രെസ്സിൽ നമ്മൾ ചിലപ്പോൾ തകർന്നു പോകാനും അത് മതി. അപ്പം ആ ഏജിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അൺയൂഷ്വലായിട്ട് ജീനിയസ് ആയിട്ടുള്ള സ്ത്രീകളെ വിച്ചസ് എന്നല്ലെങ്കിൽ ദുർമന്ത്രവാദികളെന്നാണ് കണ്ടുവന്നിരുന്നത്. അതായത് ലേറ്റർ സെഞ്ചുറീസ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ സ്ത്രീകൾ ഇപ്പം എഴുതുക അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മാജിക്കൽ പവറോ എന്തെങ്കിലും ഒരു അൺയൂഷ്വലായിട്ട് ആണുങ്ങൾക്ക് ഇല്ലാത്ത പോലെ അല്ലെങ്കിൽ ആണുങ്ങളുടെ ഒപ്പം എത്താനല്ല സ്ത്രീകളും പ്രയത്നിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫീൽഡിൽ അവരും ടാലൻറ്റഡ് ആയിട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ ഉടനെ അവരെ ആ സമയത്ത് കാണുന്നത് വിച്ചസ് ആയിട്ടാണ്. എന്നിട്ട് വിച്ചസ് ആയിട്ട് എന്ത് ചെയ്യും, അങ്ങനെ ഒരു സംഭവം തന്നെ ഇൻസിഡന്റ് തന്നെ ഹിസ്റ്ററിയിലുണ്ട്. അതായത് സ്ത്രീകളെ എല്ലാം കൊന്നൊടുക്കിയ ഒരു ഇൻസിഡന്റ് തന്നെ ഉണ്ട്. ഇതുപോലെ വിച്ചസ് എന്ന് പറഞ്ഞ പേര് കുത്തി. അപ്പോൾ ഈ ലേറ്റർ സെഞ്ചുറീസിൽ അതായത് എഴുതാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എഴുതുവാൻ ഡയർ ചെയ്തിരിക്കുന്ന സ്ത്രീകളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താണ് പേടിച്ചിട്ട് സ്യൂഡോണിംസ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് അല്ലെങ്കിൽ അനോണിമസ് ആയിട്ടാണ് വർക്ക് സബ്മിറ്റ് ചെയ്യുന്നത്. കാരണം ഈ ഒരു വർക്ക് ഇന്ന സ്ത്രീയാണ് എഴുതിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ
അവൾക്ക് നേരെ എന്തായാലും വിച്ചെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പന്ന സ്ത്രീ എന്നോ ഒക്കെ പറഞ്ഞ് മുദ്ര കുത്താം സൊസൈറ്റി അല്ലെങ്കിൽ ആണുങ്ങൾ അല്ലെങ്കിൽ മെയിൽ ആ ഒരു പേട്രിയാർക്കൽ സൊസൈറ്റി. അതുകൊണ്ട് തന്നെ അനോണിമിറ്റി റൺസ് ഇൻ വിമൻസ് ബ്ലഡ് എന്നാണ് വിർജീനിയ വുൾഫ് പറയുന്നത്. അതായത് അനോണിമിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇപ്പം നമ്മളിപ്പോൾ ഒരു വർക്ക് ഒരു പബ്ലിഷ് ചെയ്യുവാണ്, ആ വർക്ക് ഇപ്പം നമ്മൾ നല്ലപോലെ എഴുതി നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, പക്ഷേ നമ്മുടെ പേര് വെച്ച് എഴുതി കഴിഞ്ഞാൽ എന്താണ് ആ സ്ത്രീക്ക് ആ ഒരു പോയം എഴുതി അല്ലെങ്കിൽ ഒരു ഷോർട്ട് സ്റ്റോറി എഴുതി എന്നുള്ള കുറേ കുറ്റം പറച്ചിൽ കേൾക്കാതിരിക്കാൻ വേണ്ടി സ്ത്രീകൾ എന്ത് ചെയ്യും, പണ്ടത്തെ കാലത്ത് മെയിൽ സ്യൂഡോണിംസ് എഴുതുക. അതായത് നമ്മുടെ ജോർജ് ഈലിയട്ടൊക്കെ, അതായത് മേരി ആൻ ഇവാൻസ് എന്നാണ് അവരുടെ യഥാർത്ഥ പേര്, പക്ഷേ അവർ മെയിൽ സ്യൂഡോണിം വെച്ചിട്ടാണ് എഴുതുന്നത്. ജോർജ് ഈലിയട്ട് എന്ന് വെച്ചാൽ, അതായത് ഒരു ആൺ എഴുതി കഴിഞ്ഞാൽ ഇത്രയും പ്രശ്നം വരത്തില്ല. ഒരു പെണ്ണ് എഴുതുവാണെന്നുണ്ടെങ്കിൽ ആ പെണ്ണിൻ്റെ പേരും കൂടെ വെക്കുവാണെന്നുണ്ടെങ്കിൽ വലിയ വിഷയം തന്നെയാവും. അതായത് ആളുകൾ ജഡ്ജ് ചെയ്യാൻ തുടങ്ങും, അവൾ അത്രയ്ക്കായോ, അവൾ എഴുതാൻ തുടങ്ങിയോ, അവളൊരു പന്ന സ്ത്രീയാണെന്നൊക്കെ പറഞ്ഞെങ്കിൽ തുടങ്ങും. സോ അതുകൊണ്ട് തന്നെ ഒന്നുകിൽ പേരില്ലാതായിരിക്കും വർക്ക് പബ്ലിഷ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആണുങ്ങളുടെ പേര് വെച്ചിട്ടായിരിക്കും, അതായത് പെൻ നെയിം വെച്ചിട്ടായിരിക്കും എഴുതുന്നത്. റിയൽ നെയിം വെച്ചിട്ട് എഴുതാൻ ഒരു സ്ത്രീയും പണ്ട് കാലത്ത് എന്താ പറയുന്നത്, ധൈര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിർജീനിയ വുൾഫ് ഒരു ഫേമസ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അനോണിമിറ്റി റൺസ് ഇൻ വിമൻസ് ബ്ലഡ് എന്ന്. ഓക്കെ, അനോണിമസ് ആയിട്ടൊരു കാര്യം ചെയ്യാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പേര് വെക്കാതെ നമ്മളൊരു കാര്യം ചെയ്യുക. ഓക്കെ, ആഫ്റ്റർ എക്സ്പ്ലോറിങ് ഈ ഒരു ഡീപ്പ് ഇന്നർ കോൺഫ്ലിക്ട്സ്, അതായത് സ്ത്രീകൾ റെനസൻസ് പീരീഡ് ആണെന്നുണ്ടെങ്കിൽ ഏത് പീരീഡ് ആണെന്നുണ്ടെങ്കിലും ഒരുപാട് ഡീപ്പായിട്ടുള്ള ഇന്നർ കോൺഫ്ലിക്ട്സുകൾ എന്തായാലും ഗിഫ്റ്റഡ് ആയിട്ടുള്ള സ്ത്രീകൾക്ക്, അതായത് ടാലന്റഡ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ നറേറ്റർ വീണ്ടും ക്വസ്റ്റ്യൻസ് ഇങ്ങനെ നമ്മളുടെ അടുത്ത് റീഡേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുവാണ്. അതായത് എന്തൊക്കെ കണ്ടീഷൻസ് വേണം നമ്മൾ ഒരു നല്ലൊരു വർക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ, അതായത് ഒരു സ്ത്രീ ഇപ്പോൾ നല്ലൊരു വർക്ക് ചെയ്യണം എഴുതണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് അവൾക്ക് വേണം, എന്തൊക്കെ ഫെസിലിറ്റീസ് അവൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം, എന്നാൽ മാത്രമേ അവൾ ഒരു നല്ല വർക്ക് ഓഫ് ആർട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂ എന്നാണ് പറയുന്നത്. അപ്പം എന്തൊക്കെ വർക്ക് നമ്മൾ അതായത് എന്തൊക്കെ കാര്യങ്ങൾ വേണം, എന്തൊക്കെ സർക്കംസ്റ്റൻസസ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവൾക്ക് പ്രൊവൈഡ് ചെയ്യണം. മെറ്റീരിയൽ സർക്കംസ്റ്റൻസസ് വേണം. അതുപോലെ തന്നെ പിന്നെന്താണെന്ന്, ഇപ്പോൾ ഒരു റൈറ്റർ ആവാൻ ആസ്പയർ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കോൺട്രഡിക്ടറി ആയിട്ടുള്ള കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള പ്രശ്നങ്ങളും അവൾ എന്ത് ചെയ്യണം, ഫേസ് ചെയ്യേണ്ടി വരും. ഒരു 16th സെഞ്ചുറിയിലാണെന്നുണ്ടെങ്കിൽ 16th സെഞ്ചുറിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, അതായത് 19th സെഞ്ചുറിയിലാണ് സ്ത്രീകൾ എഴുതി തുടങ്ങിയത്, 16th സെഞ്ചുറിയിലുള്ള കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ അവൾക്ക് സ്വന്തമായിട്ടൊരു റൂമോ അല്ലെങ്കിൽ ഒരു പീസ്ഫുൾ പ്ലേസോ ഒന്നും കാണില്ല. അവളുടെ ഈ ഒരു ടാലന്റഡ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ടാലന്റഡ് ആയിട്ടുള്ള ഒരു ക്രിയേറ്റീവ് പവർ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പേരൻസ് അല്ലെങ്കിൽ അത്രയധികം വെൽത്തി ആണെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു റൂം അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു സ്പേസ് ഒക്കെ ചിലപ്പോൾ കാണും. ഈവൻ 19th സെഞ്ചുറിയിലായി ആണെങ്കിൽ പോലും സ്ത്രീകളെ ഒരുപാട് അങ്ങ് എൻകറേജ് ചെയ്യത്തില്ല ആർട്ടിസ്റ്റ് ആവാൻ വേണ്ടിയുള്ളത്. ഓൺ ദ കോൺട്രറി അവളെ എന്തായിരിക്കും ചെയ്യുന്നത്, അവളെ സ്നാപ്പ് ചെയ്യുക, അവളെ സ്ലാപ്പ് ചെയ്തും, അവളെ ലെക്ചർ ചെയ്തും, അവളെ ഫോഴ്സ് ചെയ്തും, അതായത് അവളുടെ ക്രിയേറ്റീവ് എനർജി എന്തായാലും തകർത്തെറിയാനേ സൊസൈറ്റിയും അവളുടെ ഫാമിലിയും നോക്കത്തുള്ളൂ. അപ്പോൾ ഒരു ആർട്ടിസ്റ്റിൻ്റെ മൈൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, വളരെയധികം ഒബ്സ്റ്റക്കിൾസ് ഒന്നും ഇല്ലാത്ത ഒരു ഫ്രീ മൈൻഡ് ആയിരിക്കണം. ഒരു ഒബ്സ്റ്റക്കിളും പാടില്ല, ഒരു ഫോറിൻ മാറ്ററും നമ്മൾ ഒരു ആർട്ടിസ്റ്റിൻ്റെ മൈൻഡിലൊരു കാണരുത്. അതായത് ക്രിയേറ്റീവ് എനർജിയെ ബ്ലോക്ക് ചെയ്യുന്ന യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും ഒരു ആർട്ടിസ്റ്റിൻ്റെ മൈൻഡിൽ കാണരുത്. അപ്പം ആസ് ആൻ എക്സാമ്പിൾ നമ്മുടെ റൈറ്റർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഷേക്സ്പിയറിൻ്റെ വർക്ക്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും, ഷേക്സ്പിയർ വളരെ പെട്ടെന്നാണ്, അതായത് ഓരോ നാടകങ്ങൾ എഴുതി പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. പോയംസ് ആണെന്നുണ്ടെങ്കിലും നാടകങ്ങളാണെന്നുണ്ടെങ്കിലും എല്ലാം പെട്ടെന്ന് തന്നെയാണ് പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്നത്. 39 അല്ലെങ്കിൽ 37 പ്ലേസൊക്കെ പെട്ടെന്ന് തന്നെയാണ് ഇത് പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഷേക്സ്പിയറിൻ്റെ വർക്ക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഷേക്സ്പിയറിൻ്റെ മൈൻഡ് എന്ന് പറയുന്നത് എന്താണ്, വളരെയധികം ക്ലിയർ ആയിട്ട് യാതൊരു വിധത്തിലുള്ള ഒരു രീതിയിലുള്ള ക്രിയേറ്റീവ് എനർജിയെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു തടസ്സങ്ങളും ഇല്ലായിരുന്നു ഷേക്സ്പിയറിൻ്റെ മൈൻഡിൽ. ആ പ്ലേസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേസമയം ഇഫ് ഒരു സ്ത്രീ റൈറ്റർ ആയിരുന്നു, ഒരു ഫീമെയിൽ ഡ്രാമാറ്റിസ്റ്റ് ആയിരുന്നു എന്നെങ്കിൽ എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നേനെ ആ ഒരു റൈറ്ററിനെ. ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മുടെ വോൾഫ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു നമ്മുടെ ചാപ്റ്റർ 3 എൻഡ് ചെയ്യുന്നത്. ഇതിനകത്ത് നറേറ്റർ ആരാണെന്നുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് വിർജീനിയ വുൾഫ് എന്ന് തന്നെ പറയാം. ഒരു അൺനെയിംഡ് ആയിട്ടുള്ള ഫീമെയിൽ നറേറ്റർ എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ മേരി ബെറ്റൺ അല്ലെങ്കിൽ മേരി സെറ്റൺ എന്നൊക്കെ പറഞ്ഞ് കുറേ പേരുകൾ ഇവിടെ പറയുന്നുണ്ട്, ഒരാളെ തന്നെ. ഇനി വിർജീനിയ വുൾഫ് ഷേക്സ്പിയറിൻ്റെ സിസ്റ്ററിൻ്റെ പേരെന്താണ് കൊടുത്തിരുന്നത്, ജൂഡിത്ത് ഷേക്സ്പിയർ എന്നായിരുന്നു. ആൻഡ് ഹിസ്റ്ററിയെ ഏത് സബ്ജക്റ്റിനെയാണ് ശരിക്കും പറഞ്ഞാൽ ഒപ്പീനിയൻസ് എന്ന് അല്ലെങ്കിൽ റെക്കോർഡ്സ് എന്ന് വിളിച്ചത്, അല്ലാതെ ഒപ്പീനിയൻസ് എന്ന് വിളിക്കാത്ത ഏത് സബ്ജക്റ്റിനെയാണ്, റെക്കോർഡ്സ് നോട്ട് ഒപ്പീനിയൻസ് എന്ന് വിളിച്ചിരുന്ന ഏത് സബ്ജക്റ്റിനെയാണ്, അതായത് ഹിസ്റ്ററിയാണ് പറഞ്ഞത്. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അതൊരു ഫാക്റ്റിൻ്റെ റെക്കോർഡുകളാണ്, അല്ലാതെ അത് ഒപ്പീനിയൻസ് മാത്രമല്ല എന്ന് പറയുവാണ് നമ്മുടെ വിർജീനിയ വുൾഫ്. പിന്നീട് ഏത് പീരീഡിലെ വിമൻസ് സ്ത്രീകളുടെ ലൈഫിനെ കുറിച്ചാണ് നറേറ്റർ സ്റ്റഡി ചെയ്യുന്നത്, എലിസബത്തൻ പീരീഡ് തൊട്ടാണ് തുടങ്ങുന്നത്. പിന്നെ
എന്തുകൊണ്ടാണ് വൂൾഫ് പറയുന്നത് ഫിക്ഷൻ എന്ന് പറയുന്നത് ഒരു സ്പൈഡർ വെബ് പോലെയാണെന്ന്? അപ്പം ഫിക്ഷൻ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ആണ്. ഫിക്ഷനെ ഇതുപോലെ വിർജീനിയ വൂൾഫ് സ്പൈഡറിൻ്റെ വെബ് പോലെ എന്നാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഫിക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അതിൻ്റെ ബ്യൂട്ടി അതിന് കിട്ടുന്നതെന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു എഴുതിയിരിക്കുന്ന രീതിയിൽ നിന്നും അല്ലെങ്കിൽ ഒരു അപ്പിയറൻസിൽ നിന്നാണ്. അത് സ്പൈഡറിൻ്റെ വെബ് പോലെ തന്നെ ബ്യൂട്ടിഫുൾ ആണ്. അത് റിയാലിറ്റിയുമായിട്ട് അറ്റാച്ച് ചെയ്തില്ലെങ്കിൽ അത് എന്ത് ചെയ്യും, കൊളാപ്സ് ആയിപ്പോൾ. ഇപ്പോൾ സ്പൈഡർ വെബ് എന്തെങ്കിലും ഒരു കാര്യമായിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് ലിങ്ക് ചെയ്താണ് സ്പൈഡർ വെബ് പോകുന്നത്. അപ്പം അതുപോലെ തന്നെയാണ് ഫിക്ഷൻ എന്ന് പറയുന്നത്. അതിന് കുറച്ചെങ്കിലും ഒരു റിയാലിറ്റിയുമായിട്ട് ബന്ധം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യും, തകർന്നു പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ജൂഡിത്ത് ആരാണെന്ന് ചോദിക്കാം. ജൂഡിത്ത് എന്ന് പറയുന്നത് ഷേക്സ്പിയറിൻ്റെ ഒരു ഫിക്ഷണൽ സിസ്റ്ററാണ്. പിന്നെ ബിഷപ്പിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, അതായത് എന്തായാലും ഷേക്സ്പിയറിനെ പോലെ ഒരിക്കലും ഒരു ഫീമെയിൽ റൈറ്ററിന് എഴുതാൻ സാധിക്കുകയില്ല. പിന്നെ വില്യം ഷേക്സ്പിയറിൻ്റെ എന്തൊക്കെ പ്രിവിലേജസ് ആണ് വില്യം ഷേക്സ്പിയർ എൻജോയ് ചെയ്തിരുന്നത്? അയാൾക്ക് സ്വന്തമായിട്ടൊരു പ്രൈവറ്റ് സ്പേസ്, സെക്ഷൽ എക്സ്പീരിയൻസ് സീക്ക് ചെയ്യാനുള്ളൊരു പ്രൈവസി കിട്ടിയിരിക്കാം, എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ നിന്ന് പോകാം, എപ്പോൾ വേണമെങ്കിലും നാടകത്തിൽ അഭിനയിക്കാം, എപ്പോൾ വേണമെങ്കിലും റൈറ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ വിർജീനിയ വൂൾഫ് മെൻഷൻ ചെയ്തിരിക്കുന്ന രണ്ട് റൈറ്റേഴ്സിൻ്റെ പേരെന്താണ്? അതായത് വർക്കിംഗ് ക്ലാസ്സിൽ നിന്ന് വന്ന രണ്ട് റൈറ്റേഴ്സിൻ്റെ പേര് ആരുടെയൊക്കെയാണ്? എമിലി ബ്രോണ്ടയുടെയും റോബർട്ട് ബേൺസിൻ്റെയും. അതുപോലെ തന്നെ മെയിൽ സ്യൂഡോണിംസ് യൂസ് ചെയ്ത് എഴുതിയിരിക്കുന്ന കുറച്ച് റൈറ്റേഴ്സിൻ്റെ പേരൊക്കെ എന്താണ്? ഷാർലറ്റ് ബ്രോണ്ട് മെയിൽ സ്യൂഡോണിമാണ് വെച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. മേരി ആൻ ഇവാൻസ്, അതായത് ജോർജ് ഇലിയട്ട്, ഇവർ രണ്ടുപേരും. ദെൻ പിന്നെ അതിനുശേഷം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഷപ്പിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത ബിഷപ്പിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ തന്നെ അനോണിമിറ്റി റൺസ് ഇൻ ദെയർ ബ്ലഡ് എന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്നും പറയുക. അനോണിമിറ്റി റൺസ് ഇൻ ദെയർ ബ്ലഡ് എന്ന് പറയുമ്പം സ്ത്രീകൾ എന്തെങ്കിലും ഒരു വർക്ക് പ്രൊവൈഡ് അതായത് എഴുതി കഴിയുകയാണെങ്കിൽ സ്ത്രീകൾ സാധാരണ ലൈം ലൈറ്റിലോട്ട് വരാൻ വളരെയധികം പണ്ട് കാലത്ത് വളരെയധികം മടിയുള്ളവരായിരുന്നു. അപ്പോൾ ആ ഒരു അതായത് അവരിപ്പോൾ ഇൻ കേസ് ഇപ്പം ലൈം ലൈറ്റിൽ വരുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവർ അനോണിമസ് ആയിട്ട് നിൽക്കാനായിരിക്കും എപ്പോഴും ചൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സൊസൈറ്റി ഇവളെ എന്ത് ചെയ്യും, ചാസ്റ്റിസൈസ് ചെയ്യും, അതായത് കുറ്റപ്പെടുത്താനൊക്കെ തുടങ്ങും. ഇപ്പോൾ ജോർജ് ഇലിയറ്റ് എന്ന് പറഞ്ഞ റൈറ്ററൊക്കെ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ സ്യൂഡോണിംസ് വെച്ചിട്ടായിരുന്നു അവരുടെ വർക്ക് പബ്ലിഷ് ചെയ്തിരുന്നത്. പിന്നെ ചില റൈറ്റേഴ്സ് എന്ന് പറയുന്നത് അനോണിമസ് നെയിംസ് വെച്ചിട്ട്, അതായത് പേരില്ലാതെ തന്നെ ചില സ്ത്രീകൾ പബ്ലിഷ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞിരുന്നത് സ്ത്രീകളുടെ ബ്ലഡിൽ ശരിക്കും പറഞ്ഞ അനോണിമിറ്റി ഉണ്ടെന്ന്. പിന്നെ അതായത് അവർ മാറി പേടിച്ച് അവരുടെ പേര് പുറത്തു വരാത്ത രീതിയിലായിരുന്നു അവരുടെ ടാലൻറ്റിനെ അവർ പുറം ലോകത്തോട്ട് അറിയിക്കുന്നത്. ഓക്കെ. പിന്നെ റൂം ഓഫ് അൺസോണിൻ്റെ സെൻട്രൽ ആർഗ്യുമെൻറ്റ് എന്താണ്? അതായത് സ്ത്രീകൾക്ക് സ്വന്തമായി ഫിനാൻഷ്യലും ഇൻഡിപെൻഡൻസും അതുപോലെ തന്നെ ഒരു പ്രൈവറ്റ് സ്പേസും വേണം, എന്നാൽ മാത്രമേ അവൾക്ക് ഫിക്ഷൻ എഴുതാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു നല്ലൊരു ഫിക്ഷൻ റൈറ്റർ ആകാൻ സാധിക്കുകയുള്ളൂ. പിന്നീട് ഷേക്സ്പിയറിൻ്റെ ഒരു കാര്യം ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട്. അതായത് ഷേക്സ്പിയർ കിങ് ലെയർ എഴുതിയ സമയത്ത്, കിങ് ലെയർ എന്നുള്ള ആ ഒരു പ്ലേ എഴുതിയ സമയത്ത് ഷേക്സ്പിയറിൻ്റെ മൈൻഡ് എങ്ങനെയായിരുന്നു, മൈൻഡിൻ്റെ കണ്ടീഷൻ എങ്ങനെയായിരുന്നു എന്ന്. അതായത് വൂൾഫ് ജസ്റ്റ് ഒന്ന് കാഷ്വലായിട്ട് വിർജീനിയ വൂൾഫ് പറഞ്ഞു പോവാണ്. ഷേക്സ്പിയർ കിങ് ലെയർ എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് പോയട്രി എഴുതാൻ വേണ്ടി ഫേവറബിൾ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആയിരുന്നു. പക്ഷേ ഷേക്സ്പിയർ എന്ത് ചെയ്തു, പോയട്രി എഴുതാനല്ല നിന്നത്. ഷേക്സ്പിയർ എന്ത് ചെയ്തു, അത് വെച്ചിട്ടൊരു മേജർ ട്രാജഡി തന്നെ ക്രിയേറ്റ് ചെയ്തു. അതായത് ഷേക്സ്പിയറിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നല്ലപോലെ പോയട്രി എഴുതിയിരുന്ന സമയത്ത്, ഇപ്പോൾ നല്ലപോലെ പോംസ് മാത്രം എഴുതിയിരുന്ന സമയത്ത് ഷേക്സ്പിയറിന് വേണമെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുമായിരുന്നു. പക്ഷേ ഷേക്സ്പിയർ ഉടനെ തന്നെ ഒരു ട്രാജഡിയിലോട്ടങ്ങ് കടന്നു. അതായത് ആണുങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ളൊരു ഫ്രീഡവും ഉണ്ട്, അതായത് ഒരു ക്രിയേറ്റീവ് ഫ്രീഡം ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ കാറ്റ്സ് ഡു നോട്ട് ഗോ ടു ഹെവൻ എന്ന് പറഞ്ഞ് ഒരു ഫേമസ് കോട്ട് വിർജീനിയ വൂൾഫ് ഈ ഒരു എസ്സേക്കകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് ചോദിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്താണെന്ന്. ക്യാറ്റ്സ് ഡു നോട്ട് ഗോ ടു ഹെവൻ, പൂച്ചകൾ ഹെവനിലോട്ട് പോവുകയില്ല. അപ്പോൾ അതിവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏത് കോണ്ടെക്സ്റ്റിലാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളുടെ സ്റ്റേറ്റസ് ലിറ്ററേച്ചറിൽ അനലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു കൊട്ടേഷൻ പറഞ്ഞിരിക്കുന്നത്. അതായത് വൂൾഫ് വളരെയധികം ഡീപ്പായിട്ടൊരു റിസർച്ച് നടത്തുവാണ്. അതായത് സൊസൈറ്റിയിൽ സ്ത്രീകളുടെ കണ്ടീഷൻസ് എന്തായിരുന്നു, അതുപോലെ തന്നെ പേട്രിയാർക്കൽ സൊസൈറ്റിയിൽ സ്ത്രീകളുടെ കണ്ടീഷൻസ് എന്തായിരുന്നു എന്ന് വൂൾഫ് വളരെയധികം ഡീപ്പായിട്ടൊരു റിസർച്ച് നടത്തുവാണ്. വൂൾഫ് പോയിന്റ് ഔട്ട് ചെയ്യുവാണ്, ഇപ്പോൾ ഒരു സ്ത്രീയെ ഒരു വൈഫായിട്ടും മദറായിട്ടും മാത്രമേ കാണത്തുള്ളൂ, ഒരു ഇൻഫീരിയർ ആയിട്ടുള്ള ഒരു ലേഡിയായിട്ട് മാത്രമേ കാണത്തുള്ളൂ. അവൾക്ക് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, പ്രൈവസി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, പ്രോപ്പർട്ടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, വോട്ടിംഗ് റൈറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, എന്താണെങ്കിലും അവളെ
ഇൻഫീരിയർ ആയിട്ടേ കൺസിഡർ ചെയ്യത്തുള്ളൂ. അപ്പോൾ അവൾ ടാലൻ്റ് ഉള്ള ഒരു സ്ത്രീ ആണെങ്കിൽ അവളെ വിച്ചെന്ന് വിളിക്കും, അല്ലെങ്കിൽ മോറലി അവളെ അങ്ങ് സദാചാരം പറഞ്ഞ് അവളെ അങ്ങ് സ്ലട്ട് എന്നുള്ള രീതിയിൽ അങ്ങ് ആക്കും. ഇപ്പോൾ എഴുതാനോ പഠിക്കാനോ അല്ലെങ്കിൽ ആക്ട് ചെയ്യാനോ വല്ല ടാലൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഗ്രഹം പ്രകടിപ്പിക്കുന്ന സ്ത്രീകളാണെങ്കിൽ അവരെ എന്ത് ചെയ്യും, സൊസൈറ്റി തന്നെ എന്ത് ചെയ്യും, മുദ്രകുത്തും അവൾ പന്നലാണെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്കൊരു പോയിറ്റോ ഒരു നോവലിസ്റ്റോ ആവാൻ വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു ടാസ്ക് ആയിരുന്നു സ്ത്രീകൾക്ക് ആ സമയത്ത്. അപ്പം എല്ലാ ആളുകളുടെയും മോക്കറിയുടെ ഒരു ഫോക്കസ് അല്ലെങ്കിൽ ഒരു സെൻട്രൽ പോയിന്റ് ആയിരിക്കും സ്ത്രീകൾ. അതുകൊണ്ട് തന്നെ അവൾക്ക് ഒരിക്കലും സർവൈവ് ചെയ്യാൻ സാധിക്കില്ല. എല്ലാ സ്ത്രീകളും, മോസ്റ്റ് ഓഫ് ദ വിമൻ എന്ന് പറയുന്നത് അവർക്കൊരു ക്യാരക്ടറും ഉണ്ടായിരിക്കില്ല, സ്വന്തമായിട്ട് അവർക്കൊരു ഐഡന്റിറ്റി ഒരു ക്യാരക്ടറോ കാണുകയില്ല എന്നാണ് പറയുന്നത്. സോ ഇവിടെ കാറ്റ്സ് ഡു നോട്ട് ഗോ ടു ഹെവൻ ദോ ദേ ഹാവ് സോൾസ് ഓഫ് എ സോർട്ട് ആൻഡ് വിമൻ കനോട്ട് റൈറ്റ് ദ പ്ലേസ് ഓഫ് ഷേക്സ്പിയർ ഈവൻ ദോ ദേ റൈറ്റ് സംതിങ്. അതായത് ഇപ്പോൾ ക്യാറ്റ്സിന് സോൾ ഉണ്ടെങ്കിൽ പോലും അവർക്കൊരിക്കലും ഹെവനിലോട്ട് പോകാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് സ്ത്രീകളുടെ കാര്യവും. അതായത് സ്ത്രീകൾക്ക് ചിലപ്പോൾ എഴുതാനുള്ള കഴിവൊക്കെ കാണും ഷേക്സ്പിയറിനെ പോലെ, പക്ഷേ ഒരിക്കലും അവളെ ആരും റൈറ്ററായിട്ട് അംഗീകരിക്കുകയും ചെയ്യില്ല. അതാണ് ഇവിടെ കാറ്റ്സ് ഡു നോട്ട് ഗോ ടു ഹെവൻ എന്നുള്ള സെൻറ്റൻസിൻ്റെ ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. അതായത് പൂച്ചകൾക്ക് ആത്മാവ് ഉണ്ടെങ്കിൽ അവരൊരിക്കലും ഹെവനിലോട്ട് പോവുകയില്ല. അതുപോലെ തന്നെയാണ് സ്ത്രീകൾക്ക് എഴുതാനുള്ളൊരു ക്രിയേറ്റിവിറ്റി ടാലൻറ്റും ഒക്കെ കാണും, പക്ഷെ അവരെ ഒരിക്കലും സൊസൈറ്റി അംഗീകരിക്കുകയില്ല ഷേക്സ്പിയറിനെ അംഗീകരിച്ചതുപോലെ. ഓക്കെ, പിന്നെ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ എന്താണെന്ന് ചോദിക്കാം. എ റൂം ഓഫ് വൺസ് ഓൺ. ജൂഡിത്ത് ഷേക്സ്പിയറിൻ്റെ ആ ഒരു ട്രാജിക് ലൈഫിനെ കുറിച്ച് ചോദിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഈ ഒരു എസ്സേയും ഒരു സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്ക് പോലെയൊക്കെയാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ. സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്ക് എന്ന് പറയുമ്പം ഇപ്പോൾ ഒരു കണക്ഷനും ഇല്ലാതെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നതിനെയാണ് നമ്മൾ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്ക് എന്ന് പറയുന്നത്. അതായത് ഒരു ലിങ്ക് അതായത് ഒരു പ്രോപ്പർ ബിഗിനിങ്, ഒരു പ്രോപ്പർ മിഡിൽ പോർഷൻ, പ്രോപ്പർ കൺക്ലൂഷൻ കാണത്തില്ല. ഒരു കണക്ഷൻ ഇല്ലാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തോട്ട്സ് എല്ലാം മിക്സ് ചെയ്തിട്ടായിരിക്കും പറഞ്ഞ് പോകുന്നത്. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ ഇതിനകത്ത് നിന്ന് വരുന്ന വേറെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ റൂം ഓഫ് വൺസ് ഓൺ എന്നുള്ള എസ്സേക്കകത്ത് എങ്ങനെയൊക്കെയാണ് മോഡേണിസ്റ്റ് എലിമെൻറ്റ്സ് വരുന്നത്. അതായത് മോഡേണിസം എന്ന് പറയുമ്പോൾ അറിയാലോ, ഇപ്പം അതായത് ഒരു പുതിയ കൈൻഡ് ഓഫ് മൂവ്മെൻ്റ് ആണ്. അതായത് ചേഞ്ചസിന് എല്ലാ രീതിയിലും സൊസൈറ്റിയിൽ ചേഞ്ചസിനെയൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് വന്നിരുന്നൊരു മൂവ്മെൻ്റ് ആണ് മോഡേണിസം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് കനോട്ട് ബി ഡിസ്ക്രൈബ്ഡ് ആസ് എ മൂവ്മെൻറ്റ് ആക്ച്വലി. പക്ഷേ മോഡേണിസം എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പുതിയ കാര്യങ്ങളൊക്കെ സംഭവിച്ച കാലഘട്ടമാണ്. സോ അതുകൊണ്ട് തന്നെ പഴയതായിട്ട് എന്തൊക്കെ ഉണ്ടായിരുന്നോ പഴയ കാര്യങ്ങളെല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ളൊരു കാലഘട്ടമാണ് മോഡേണിസം എന്ന് പറയുന്നത്. സോ ഒരു മോഡേണിസ്റ്റ് റൈറ്ററാണ് നമ്മുടെ വിർജീനിയ വൂൾഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എസ്സേക്കകത്ത് എന്തൊക്കെ ടൈപ്പ് ഓഫ് മോഡേണിസ്റ്റിക് എലിമെൻറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അത് ഈ ഒരു എസ്സേ പറഞ്ഞിരിക്കുന്ന രീതി അല്ലെങ്കിൽ എഴുതിയിരിക്കുന്ന രീതി എന്ന് പറയുന്നത് പഴയ ഒരു മെത്തേഡല്ല. അതായത് പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ കൊടുത്തോ അങ്ങനൊന്നും അല്ല എഴുതിയിരിക്കുന്നത്. ജസ്റ്റ് ഒരു സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്ക് വെച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ സ്ത്രീകളെ വേണ്ടി, അതായത് കുറച്ച് ഫെമിനിസ്റ്റിക് ആയിട്ടുള്ള എലിമെൻറ്റ്സ് ഇതിനകത്ത് കാണാൻ നമുക്ക് സാധിക്കും. സെൻട്രൽ ആർഗ്യുമെൻറ്റിനെ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പറയാൻ വേണ്ടി ഒരു സ്ത്രീ കഥാപാത്രത്തിനെ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ മേരി ബിറ്റൺ എന്നുള്ള ക്യാരക്ടർ, അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റൈറ്റർ തന്നെയാണ്. പിന്നെ സ്ത്രീകളുടെ ലിറ്ററേച്ചറിനെ കുറിച്ച് നല്ല ഡീപ്പായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഷേക്സ്പിയറിനൊരു അനിയത്തി ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഈ എസ്സേ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. സോ ആ ഒരു കൈൻഡ് ഓഫ് ഇമാജിനേറ്റീവായിട്ടും എഴുതിയിട്ടുണ്ട്. ഒരു ക്രിട്ടിക്കൽ എസ്സേ ആണിത്, ഒരു കൈൻഡ് ഓഫ് ഇന്നവേറ്റീവ് ആയിട്ടൊരു എസ്സേ ആണിത്. ഇതിനകത്ത് സ്പീക്കറിനോ നറേറ്ററിനോ ഒരു ഇമ്പോർട്ടൻസും ഇല്ല. ഫെമിനിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ് വളരെയധികം ഡീപ്പായിട്ട്. ഒരു അൺനെയിംഡ് ആയിട്ടുള്ള ഫീമെയിൽ നറേറ്ററാണ് ഇതിനകത്ത് ഉള്ളത്. ആൻഡ് അതുപോലെ തന്നെ റീഡേഴ്സിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഈ നറേറ്ററിനെ നിങ്ങൾക്ക് ഏത് പേരിട്ട് വിളിക്കാനുള്ള ഫ്രീഡവും റീഡേഴ്സിന് കൊടുത്തിരിക്കുകയാണ്. അതൊക്കെയെന്ന് വെച്ചാൽ മോഡേണിസ്റ്റിക് എലിമെൻറ്റ്സ് ആണ്. സാധാരണ കഥയിലൊക്കെ നറേറ്ററിൻ്റെ പേരും ഒക്കെ റൈറ്റർ തന്നെ പ്രൊവൈഡ് ചെയ്യും. പക്ഷേ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് റീഡേഴ്സിനെ ഏത് പേരിട്ട് വേണമെന്നുണ്ടെങ്കിലും വിളിക്കാം. ബിക്കോസ് ഇറ്റ് ഈസ് അബൌട്ട് എവറി വുമൺസ് ലൈഫ്. ഏത് സ്ത്രീയെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ പിക്ചറൈസ് ചെയ്ത് പറയാം. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനകത്ത് പറഞ്ഞിരിക്കുക. ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിനകത്തുനിന്ന് വരുന്നത്.